പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം. സാധാരണയായി നമ്മളൊക്കെയും ജീവിതത്തിൽ ഒരുപാട് തവണ ഓതുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മറ്റ് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏതു വസ്തുവിനെയും സംബന്ധിച്ചിടത്തോളം ഹൃദയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയം നിലച്ചുപോയാൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഖുർആൻ പഠിക്കുകയും പരസ്പരം പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റമളാനിലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം പരിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം, പഠനം ഇതൊക്കെയായിരുന്നു. ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഏറ്റവും ഖൈറായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. ഏത് പ്രായത്തിലാണെങ്കിലും ഒരായത്ത് പഠിക്കാൻ അവസരം കിട്ടിയാൽ, ഒരു സൂറത്ത് പഠിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം അള്ളാഹുവിങ്കൽ ഖൈറായ ആളുകളായി മാറാനുള്ള അവസരമാണ് ഖുർആനിൻ്റെ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ, ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാം. ഒരു സമൂഹം, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിൽ ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചുകൂടി. എന്നിട്ട് യത്ലൂന കിതാബഹു, അവർ ഖുർആൻ പാരായണം ചെയ്തു. വയതദാറസൂനഹു, അവരതിൻ്റെ ദർസ് നടത്തി, അഥവാ ആ ഖുർആനിനെ കുറിച്ച് പറയുകയും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നസലത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ സമാധാനം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കരുണ അവരുടെ മേൽ വലയം ചെയ്യും. ഇത് റഹ്മത്തിൻ്റെ ബത്താണല്ലോ. അള്ളാഹു നമുക്കൊക്കെയും റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക, മഹാന്മാരായ മലക്കുകൾ അവരെ ചുറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിങ്കൽ അവരെ കുറിച്ച് പറയുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പള്ളിയിൽ കൂടിയിരുന്ന് ഖുർആൻ പഠിക്കുന്നതിന് പറഞ്ഞ പ്രതിഫലം പറഞ്ഞ ഒറ്റ ഹദീസാണിത്. എത്ര പ്രതിഫലമാണ് പറഞ്ഞത്? ഒന്ന്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകും. അവരുടെ മേൽ സമാധാനം ഇറങ്ങുകയും കാരുണ്യം അവരെ ചുറ്റിപ്പൊതിയുകയും ചെയ്യും. മലക്കുകൾ അവരെ വലയം ചെയ്യും. അവരുടെ ഇടയിലൂടെ മലക്കുകൾ ഉണ്ടാകും. അല്ലാഹു തആല അവന്റെ അടുക്കൽ പരിശുദ്ധ ഖുർആൻ പള്ളിയിൽ ഇരുന്ന് പറയുന്ന ആളുകളെ കുറിച്ച്, അത് പാരായണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിങ്കൽ അല്ലാഹു തആല സ്മരിക്കുകയും പറയുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ പുണ്യമൊക്കെയും നമുക്ക് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സക്കീനത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് വലയം നൽകുമാറാകട്ടെ. മലക്കുകളുടെ സാന്നിധ്യം അള്ളാഹു ഈ സദസ്സിൽ നൽകുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിങ്കൽ പറയപ്പെടുന്നവരായി നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ചേർത്തു നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന പരിശുദ്ധമായ ഈ വേദം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ചത് പരിശുദ്ധമായ റമളാനിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഹിറാ ഗുഹയിൽ നോമ്പുകാരനായി ഇബാദത്തിലായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. പരിശുദ്ധ റമളാനിലെ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നത് റമളാൻ ഖുർആൻ അവതരിച്ചതിൻ്റെ വാർഷികമാണ്. റമളാൻ എന്ന് പറയുന്നത് ഖുർആൻ അവതരിച്ചതിൻ്റെ വാർഷികമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പോൾ ഖുർആൻ അവതരിച്ചതിൻ്റെ വാർഷികമാണ്. അതോടനുബന്ധിച്ചുള്ള നോമ്പാണിത്. അതിനോട് ചേർന്നുകൊണ്ടുള്ള ആരാധനകളാണിതെല്ലാം. അപ്പോൾ ഖുർആൻ എന്നുള്ള മഹത്തരമായ അവതരണം, അള്ളാഹുവിൻ്റെ കലാം, അത് നമുക്ക് അവതരിച്ചു കിട്ടി.
ആ അവതരിച്ചു കിട്ടിയ പരിശുദ്ധമായ കലാമിലെ ധാരാളം പ്രത്യേകതകൾ, പല സൂറത്തുകൾക്കും പലതരത്തിലുള്ള ഫളായിലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ വീടുകളിലൊക്കെ പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ദിവസേന പാരായണം ചെയ്യുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പോൾ ഒരു യാസീൻ ഓതി ദുആ ഇറക്കുമായിരുന്നു, ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ കാരണം യാസീനിന്റെ ശ്രേഷ്ഠതയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെല്ലണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിയാലോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ റേഡിയോയിൽ കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇതില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ദിക്ർ ചെല്ലണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്ത് യാസീൻ അവതരിച്ചത് മക്കയിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധമായ മക്ക മുക്കറമയിൽ അവതരിച്ച അധ്യായങ്ങൾ, പരിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കിയാൽ കാണാം, മക്കിയായ അധ്യായങ്ങളും മദനിയായ അധ്യായങ്ങളും. മക്കയിൽ അവതരിച്ചത്, മദീനയിൽ അവതരിച്ചത്, ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ചത്, ഹിജറയ്ക്ക് ശേഷം അവതരിച്ചത്. ഹിജറ പോകുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് അവതരിച്ച വചനങ്ങൾ, ഹിജറയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് അവതരിച്ച വചനങ്ങൾ. അപ്പൊ സൂറത്ത് യാസീൻ എവിടെയാണ് അവതരിച്ചത്? എവിടെയാണ്? മക്കയിലാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഖൽബ്, ഹൃദയം എന്ന് പറയുന്ന സൂറത്ത് യാസീൻ അവതരിച്ചത് മക്കയിലാണ്. 83 ആയത്തുകളാണുള്ളത്. ഇങ്ങനെ പോയാൽ നമുക്കൊരു 20 ക്ലാസ്സാണ് കിട്ടുക. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരു 4 ആയത്തുകൾ പറഞ്ഞാൽ ഏകദേശം പെരുന്നാളോടുകൂടി നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അള്ളാഹു നല്ല നിലയിൽ പഠിക്കാനും പാരായണം ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ സൂറത്ത് യാസീൻ മക്കയിൽ അവതരിച്ചു എന്ന് മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണി കാണാം. മഹാനരായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്ത് യാസീനിനെ സംബന്ധിച്ച് പറഞ്ഞ ധാരാളം ഫളായിലുകൾ മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാനരായ ഹാഫിളു സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അക്കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നത് പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത് എന്ന് എന്താണ് തെളിവ്? നമ്മളൊക്കെ ഈ ഓതുന്നത് പോലെ തന്നെയാണ് ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ ഓതിയത് എന്ന് എന്താ തെളിവ്? ഇസ്ലാമിന്റെ വിരോധിയായ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഓതുന്നത് പോലെ തന്നെയാണ് ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ ഓതിയത് എന്നതിന് എന്താണ് നിങ്ങൾക്ക് തെളിവെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമുള്ളത്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളൊക്കെ ഷാഫിഈ മദ്ഹബുകാരാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് വുളൂ ചെയ്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും മറ്റ് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കാകുന്ന ഹദീസുകളെ മനഃപ്പാഠമാക്കി അതിൽ നിന്ന് നമ്മുടെ ആരാധനാ ക്രമങ്ങളെ രൂപപ്പെടുത്തി 4 മദ്ഹബ് അനുസരിച്ചും അമൽ ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട്. അത് 4ഉം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള മാതൃകയാണ്. 4 മുറുകെ പിടിക്കണം, 5-മതൊരു വഴിയില്ല. അപ്പൊ അതുപോലെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയതുപോലെ പിൻഗാമികളായ മഹാരഥന്മാരായ ഇമാമീങ്ങൾ ജനങ്ങൾക്ക് ഓതിക്കൊടുത്തു. അങ്ങനെ ലോകത്ത് വളരെ പ്രസിദ്ധമായ 4 മദ്ഹബുള്ളതുപോലെ 7 ഖിറാഅത്തിന്റെ വഴികളുണ്ട്. അതായത് ഒരു ഖുർആനിന്റെ ഒരു സൂറത്ത് ആ ഒരു 7 വഴികളിലൂടെ ഓതാൻ പറ്റൂ. അല്ലാത്ത ഒരു വഴി, അല്ലെങ്കിൽ അങ്ങേയറ്റം പറഞ്ഞാൽ ഒരു 10 മാർഗങ്ങളിലൂടെ ഓതാൻ പറ്റൂ. അല്ലാത്ത ഒരു ശൈലി സ്വീകരിക്കാൻ പറ്റില്ല. തോന്നിയതുപോലെ ഓതാൻ പറ്റില്ല. ഖുർആൻ തോന്നിയതുപോലെ ഓതാൻ പറ്റില്ല. നമ്മളൊക്കെ ഓതുന്ന ഖുർആൻ ലോകത്തധികം ആളുകളും പാരായണം ചെയ്യുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, അവിടുന്ന് സ്വഹാബത്ത്, അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് ഓതിത്തന്നു. അവിടുത്തെ റാവിയായ മഹാനരായ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്താണ് നമ്മളൊക്കെയും പാരായണത്തിന് വേണ്ടി അവലംബിക്കാറുള്ളത്.
ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്നത് പോലെ നമുക്ക് ഖിറാഅത്തിലും ഒരു മാർഗമുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആൻ അത് അങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഒരാൾക്ക് എതിർക്കാൻ പറ്റില്ല. നമ്മൾ ഓതുന്ന ഖുർആനിനും കൃത്യമായൊരു വഴിയുണ്ട്. അതിന്റെ പരമ്പര ഇങ്ങനെ ചെന്നു ചേരുന്നത് മഹാനരായ ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. കൂഫക്കാരനാണ്. അവിടുന്ന് സയ്യിദുന ആസിം റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഖിറാഅത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള മഹാൻ. അവരിൽ നിന്ന് അവരുടെ മുൻഗാമികളായ സ്വഹാബിമാരിലേക്ക്, അവിടെ നിന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ശാഫിഈ ഇമാമാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാം ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു ആണ്. ഹിജറ 127 വഫാത്തായി എന്ന് ചരിത്രത്തിൽ കാണാം. നമ്മൾ വെറുതെ ഓതല്ല, ഇതിങ്ങനെയാണ് ഓതേണ്ടത് എന്ന് അവിടുന്ന് ഇങ്ങനെ കിട്ടിയ വഴിയാണ്. ലോകത്ത് പല സ്ഥലത്ത് ചെന്നാൽ പലതരത്തിലുള്ള ഖിറാഅത്തുകൾ കാണാം. അതിന്റെ അർത്ഥം മഹാന്മാരായ മുൻഗാമികളായ ഇമാമിങ്ങളുടെ വഴിയാണ്. മൊറോക്കക്കാർ ഓതുമ്പോൾ കുറച്ചും കൂടി നീട്ടി ഓതും. ചില ആളുകളുടെ ശൈലി ഒന്ന് ചരിഞ്ഞിട്ടുള്ള ഖിറാഅത്തായിരിക്കും. മദ്ഹബ് 4 പോലെ ഖിറാഅത്തിന്റെ വഴികൾ 7 ആ 7 മാർഗത്തിലൂടെയും ഓതാൻ കഴിയും. ആ 7 മാർഗങ്ങളും ലോകത്ത് പല രാജ്യങ്ങളിലുള്ള ആളുകൾ അവലംബിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹഫ്സ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഖിറാഅത്തിന്റെ ശൈലിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു ആ മഹാന്മാരുടെ ഒക്കെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ആ മഹാന്മാരുടെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ അതല്ലാത്തൊരു വഴി, ഒരാളിങ്ങനെ നാളെ വന്നിട്ട് ഫാത്തിഹയുടെ ശൈലി മാറ്റി ഓതാൻ പറ്റില്ല. ഉടനെ മുസ്ലിം ലോകം പിടിച്ചു നിർത്തും. ഇതാരാണ് ഓതിയത്, നിങ്ങളിത് എവിടുന്നാ കേട്ടത്? ഒരാൾ നാളെ വന്നിട്ട് ഇതിന്റെ ശൈലി മാറ്റി ഓതിയാ ചോദിക്കും, നിങ്ങളിത് എവിടുന്നാ കേട്ടത്? ആരിലേക്കാണ് ഈ ഖിറാഅത്ത് ചെല്ലുന്നത്? ആരാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഖിറാഅത്തിനെ റിപ്പോർട്ട് ചെയ്തത്? ഇസ്ലാമിക ലോകത്തിന് പരിശുദ്ധ ഖുർആനിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം അത് സൂറത്തു യാസീനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. ഒരാൾ യാസീൻ ഓതിയാൽ 10 തവണ പരിശുദ്ധമായ ഖുർആൻ ഖത്മോദിയ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യാസീൻ വെറുതെ അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ റമദാൻ തുടങ്ങിയിട്ട് ആരെങ്കിലും ഖത്മ് തീർത്തവരുണ്ടോ? ഇന്നിപ്പോ 3-ാം ദിവസമാണല്ലോ. തീർന്നവരുണ്ട്. അല്ലാഹു തആല ഓതാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഖത്ത് ഓതാൻ എത്ര സമയം വേണ്ടി വരും? എത്രയോ നേരം അധ്വാനിച്ചിട്ടാണ് നമ്മളൊക്കെ ഖുർആൻ ഖത്മോദി തീർക്കുന്നത്. യാസീൻ ഓതിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ യാസീൻ ഓതിയാൽ 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വേറെയും ചില സൂറത്തുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും, പടച്ചവനെ ഇത്ര യാസീൻ ഓതിയാൽ 10 ഖത്ത് ഓതിയ കൂലി കിട്ടുമെന്ന്. ചില പ്രതിഫലങ്ങൾ ചിലതിനോട് സമാനമായി വരും. ഉദാഹരണം പറഞ്ഞാല്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഇരുന്ന് ഉദയം വരെ ഒരാൾ തസ്ബീഹ് ചൊല്ലി, എന്നിട്ട് അവിടെ നിന്ന് അയാൾ പിരിഞ്ഞുപോയി, അയാൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട് എന്നാണ്. അതിന്റെ അർത്ഥം അയാൾ ഈ കൊല്ലം ഹജ്ജിന് പോകണ്ടെന്നല്ല. ഒരാൾ വിചാരിക്കും എല്ലാ ദിവസവും ഹജ്ജിന്റെ കൂലി എനിക്ക് കണ്ടന്തറ പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇപ്പൊ ഇനി ഞാൻ എന്തിനാണ് ഇവിടുന്ന് പൈസ മുടക്കി അവിടം വരെ പോകുന്നത് എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. അതിന് സമാനമായൊരു പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് ചെയ്യേണ്ടെന്നല്ല, ഹജ്ജിന് പോകണ്ടെന്നല്ല പറഞ്ഞു. എല്ലാ ദിവസവും ഹജ്ജിന്റെ കൂലി കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്തിനെ ഹജ്ജിന് പോകണം? അങ്ങനെയല്ല, അതിന് സമാനമായൊരു കൂലി. അപ്പൊ 10 തവണ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തീകരിച്ച കൂലി സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ലഭിക്കും. ആ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടി. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ഖുർആനിന്റെ 1/3 തുല്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുലുസുൽ ഖുർആൻ. അപ്പം 3 തവണ അത് പാരായണം ചെയ്താൽ ഖുർആൻ ഓതി തീർത്ത പ്രതിഫലം കിട്ടും.
ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുമ്പോൾ ഒരു 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖുർആൻ ഓതിയതിൻ്റെ പൂർണ്ണമായി ഓതി പൂർത്തീകരിച്ചതിന് സമാനമായൊരു പ്രതിഫലം കിട്ടും. സൂറത്തുൽ ഫാത്തിഹ വളരെ ശ്രേഷ്ഠമായ സൂറത്താണ്, ഉമ്മുൽ കിതാബാണ്. അതിന്റെ ഫലം പറഞ്ഞാൽ തീരാത്തതാണ്. ഫാത്തിഹ അറിയാത്ത ഒറ്റ ആളും ഉണ്ടാവില്ല. ചുരുങ്ങിയത് ഫാത്തിഹ ഓതുന്ന ആളിന്റെ മേൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. ഫാത്തിഹ ഓതുന്ന ആളിനു മേൽ 7 പ്രയാസങ്ങളെ അല്ലാഹു തആല നീക്കിക്കളയുമെന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 1000 ആയത്തോതിയ കൂലി കിട്ടുന്നൊരു സൂറത്തുണ്ട്. 1000 ആയത്തോതിയ കൂലി കിട്ടും. വിശുദ്ധ ഖുർആനിൽ 6000-ലധികം ആയത്തുകളാണുള്ളത്. 1000 ആയത്ത് ഓതിയ കൂലി കിട്ടുന്ന സൂറത്ത് ഏതാണത്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഇതൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ്. നമുക്ക് ചെറുപ്പക്കാർക്ക്, പ്രായമായവർക്കൊക്കെ അറിയുന്ന സൂറത്തുകളാണ്. ഇതൊക്കെ പാരായണം ചെയ്താൽ കിട്ടുന്ന കൂലിയാണ് പറഞ്ഞത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ ഖുർആനിന്റെ 8-1 പാരായണം ചെയ്ത കൂലി കിട്ടും. അപ്പൊ ഈ ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മളെ കാഴ്ചയിൽ അത് ചെറുതാണെന്നേ ഉള്ളൂ. അതൊക്കെ പാരായണം ചെയ്താൽ നമ്മൾ വിചാരിക്കാത്ത വലിയ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകും. അപ്പൊ ഖുർആനിൽ നിന്ന് 10 തവണ ഖുർആൻ ഓതിയതിന് സമാനമായ പ്രതിഫലമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. 10 തവണ ഖുർആൻ ഓതിയതിന് സമാനമായ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീന്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട്. എല്ലാം കൂടി വായിക്കാൻ സമയമില്ല. മഹാന്മാരായ ഹാഫിള് സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവരികയാണ്, മൻ ഖറഅ യാസീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണിയാണ്, മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഗുഫിറ ലഹു ഫീ തിൽക്കൽ ലൈല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ രാത്രിയിൽ യാസീൻ പാരായണം ചെയ്താൽ അയാളുടെ പാപങ്ങൾ ആ രാത്രിയിൽ പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പരിശുദ്ധമായ യാസീൻ ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ ഗുഫിറ ലഹു, അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവിധങ്ങളായ റിവായത്തുകളിൽ ഈ പ്രയോഗങ്ങൾ കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയൊരു വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്ന യാസീൻ പണ്ട് മുതലേ നമുക്ക് പാരായണം ചെയ്യാൻ അവസരം കിട്ടി. നമ്മുടെ മുൻഗാമികൾ ഈ പ്രതിഫലം ഒക്കെ അറിയുന്നത് കൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടിയാണ് പല സാഹചര്യങ്ങളിലും യാസീൻ ഓതി നമുക്ക് പഠിപ്പിച്ചു തന്നത്. പഴയ കാലത്ത് വീടുകളിലൊക്കെ മഗ്രിബ് കഴിഞ്ഞാൽ ഒരു യാസീൻ ഓതാൻ ഉമ്മമാര്, വല്യുമ്മമാര്, കാരണവന്മാര് നമ്മെ എല്ലാവരെയും നിർബന്ധിച്ചിരുന്നു. മോനെ ഒരു യാസീൻ ഓതടാന്ന് പറഞ്ഞിരുന്നു. അല്ലേ? ഞാൻ കളവ് പറഞ്ഞാണോ? എല്ലാ വീട്ടിലും യാസീൻ ഓതിയിരുന്നു. അന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ യാസീൻ ഓതാൻ നമുക്ക് സമയമില്ല. നമ്മുടെ മക്കളാണെങ്കിൽ ഓതുന്നില്ല. എല്ലാം ഉണ്ടെങ്കിലും വീടുകളിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധ ഖുർആൻ ഓതാൻ ആളില്ലാതെയായി. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിലൂടെ നമുക്കൊക്കെ കിട്ടുന്ന കൂലി, ഒരു ദിവസം യാസീൻ ഓതി രാത്രിയിൽ, ആ യാസീൻ ഓതിയതിലൂടെ അല്ലാഹു തആല അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു. വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ അത് കാരണമായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ മരണം ആസന്നമായവരുടെ മേൽ ഫഖറഊഹാ അലാ മൗതാകും, മരണമാസന്നമായവരുടെ മേൽ യാസീൻ ഓതൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണമാസന്നമായി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അയാൾ അവസാനത്തെ സക്കറാത്തിന്റെ ഹാലിലാണ്. അവിടെ നിന്നുകൊണ്ടൊരു യാസീൻ ഓതിയിട്ട് ദ്വാരന്നാൽ അല്ലാഹു തആല അയാളുടെ റൂഹിന് എളുപ്പം നൽകുമെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടൊരു യാസീൻ പാരായണം ചെയ്യണം.
മരിച്ചു കഴിഞ്ഞാലും യാസീനോദണം, മരണപ്പെട്ട് കഴിഞ്ഞാലും പാരായണം ചെയ്യുന്നതിലൂടെ അവരുടെ ആത്മാവുകൾക്ക് അല്ലാഹു വലിയ പദവി നൽകുകയാണ്. അല്ലാഹു തആല വലിയ പ്രത്യേകതകൾ നൽകിയ സൂറത്ത് യാസീൻ ഒരാൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കുമേൽ പാരായണം ചെയ്താലോ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാള് മാതാപിതാക്കളെ സിയാറത്ത് ചെയ്തു, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ സിയാറത്ത് ചെയ്തു, ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടുപോയി, രണ്ടിൽ ഒരാളെ സിയാറത്ത് ചെയ്തു, അല്ലെങ്കിൽ രണ്ടുപേരെയും സിയാറത്ത് ചെയ്തു, എല്ലാ ജുമുഅയുടെ ദിവസവും അവരെ സിയാറത്ത് ചെയ്തു. ഫഖറഅ ഇൻദഹാ യാസീൻ, അവിടെ നിന്നുകൊണ്ട് യാസീൻ പാരായണം ചെയ്താൽ ഗഫറല്ലാഹു ലഹു ബിഅദദി കുല്ലി ഹർഫിൻ മിൻഹാ, വാപ്പയുടെ ഖബറിന്റെ അടുത്തുനിന്ന് ഉമ്മാന്റെ ഖബറിന്റെ അടുത്തുനിന്ന് ജുമുഅയുടെ ദിവസം യാസീൻ ഓതിയാൽ അതിന്റെ ഹർഫുകൾക്കനുസരിച്ച് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. അപ്പം മരിച്ചുപോയ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരു പക്ഷേ ഒരാഴ്ച നാട്ടിലില്ലെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ട് ആ ഖബർ സിയാറത്ത് ചെയ്യണം. ഒരു യാസീൻ ഓതിയാൽ അതിൻ്റെ അടുത്തുനിന്ന് ഒരു യാസീൻ ഓതിയാൽ കിട്ടുന്ന കൂലിയാ പറഞ്ഞു. യാസീനിലെ ഹർഫുകളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു തആല മാതാപിതാക്കളുടെ ഖബറിൽ മഗ്ഫിറത്ത് ചെയ്യും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. ഈ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ പുണ്യം അല്ലാഹു അവരുടെ ഖബറിലേക്ക് എത്തിച്ചു നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ ചുറ്റും മറപ്പെട്ട് കിടക്കുന്നവർ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ സൂറത്ത് യാസീൻ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൗറാത്തിൽ ഇതിനെ അറിയപ്പെടുന്നത് സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാരായണം ചെയ്യുകയും മലക്കുകൾ കേൾക്കുകയും ചെയ്ത അധ്യായം എന്ന് മഹാന്മാരായ മുൻഗാമികൾ ഉദ്ധരിച്ചത് കാണാം. അല്ലാഹു അത് പാരായണം ചെയ്യുകയും മലക്കുകൾ കേൾക്കുകയും ചെയ്ത അല്ലാഹുവിന്റെ വചനം, ആ വചനം അത് തൗറാത്തിലുണ്ട്. അതിലുള്ളത് അത് ഓതുന്ന ആളിനെ തൊട്ട് എല്ലാ അപകടങ്ങളെയും തടയുന്നത് എന്ന അർത്ഥമുള്ള പേരിലാണ്. അത് ഓതുന്ന ആളിനെ തൊട്ട് എല്ലാ അപകടങ്ങളെയും തടയുന്ന അധ്യായം എന്ന പേരിലാണ് തൗറാത്തിൽ പരിശുദ്ധമായ യാസീൻ ഉള്ളത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഫളായിലുള്ള ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലവദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി യഅനി യാസീൻ. ലവദിത്തു, ഞാൻ കൊതിച്ചു പോകുന്നു. എത്ര മനോഹരമായ പ്രയോഗമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു, അഭിലഷിക്കുന്നു, ഞാൻ കൊതിക്കുകയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ കൊതിക്കുന്നത്? എന്റെ ഉമ്മത്തിലെ എല്ലാ മനുഷ്യരുടെ ഖൽബിലും സൂറത്ത് യാസീൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് യാസീൻ കാണാതെ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. ഹബീബായ നബി തങ്ങളുടെ ആഗ്രഹമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മൾ നടത്തി കൊടുക്കും. എന്ത് വില കൊടുത്ത് ആണെങ്കിലും നമ്മൾ അത് നടത്തി കൊടുക്കാൻ തയ്യാറുള്ള ആളുകളാണ്. അല്ലാഹു തആല ഹബീബായ നബി തങ്ങളെ ശഫാഅത്തും നമുക്ക് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഖൽബിൽ, നമ്മുടെ ഹൃദയത്തിൽ
സൂറത്ത് യാസീൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്, എൻ്റെ ഉമ്മത്തിലെ എല്ലാവരുടെയും ഖൽബിൽ സൂറത്ത് യാസീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണമാസന്നമാകുന്നവരുടെ മേൽ പാരായണം ചെയ്യുക, മരണപ്പെട്ടവരുടെ മേൽ പാരായണം ചെയ്യുക സൂറത്ത് യാസീൻ എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അടുത്ത മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് കാണാം. അപ്പോൾ ആ റൂഹിനൊരു സമാധാനം കിട്ടുകയും അല്ലാഹു തആല ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മരിപ്പൂട്ടി പോയ എന്തോതുക, യാസീൻ ഓതുക. അല്ല, യാസീൻ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് യാസീൻ അല്ല, ആണോ? ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാ? സൂറത്തുൽ ബഖറയാണ്. കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ബഖറ അങ്ങനെയല്ല നമ്മൾ ഓതുക. എന്നാൽ ഏറ്റവും എളുപ്പമുള്ളതുമല്ല, മറിച്ച് യാസീൻ ഓതുന്നതിന്റെ കാരണം അതിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ്. മരണപ്പെട്ടവരുടെ മേൽ, മരണമാസന്നമായവരുടെ മേൽ അത് പാരായണം ചെയ്യൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെ അവരുടെ റൂഹുകൾക്ക് എളുപ്പവും സമാധാനവും അല്ലാഹുവിൽ നിന്നുള്ള ലഘൂകരണവും ഒക്കെ ലഭിക്കുമെന്ന് വിവിധങ്ങളായ ഹദീസുകൾ കാണാം. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. തഫ്സീറുൻ നസഫിയിൽ കാണാം, അലി റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ യാസീൻ ഓതണം, അതിൽ 10 ബറക്കത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, വിശന്ന ആളിന്റെ വിശപ്പടക്കും. വിശന്നു പ്രയാസത്തിലാണ്, അയാളുടെ വിശപ്പടക്കാൻ സൂറത്ത് യാസീൻ ഓതിയാൽ അത് കാരണമാകും. ദാഹിച്ചവന്റെ ദാഹം തീരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രം ധരിക്കാനില്ലാത്തയാൾ, അയാൾക്ക് അല്ലാഹു തആല അത് കാരണമായി വസ്ത്രം നൽകും. അവിവാഹിതനായ ആൾ, അയാൾക്ക് യാസീൻ പാരായണം ചെയ്യുന്നതിലൂടെ ഇണകളെ ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരൊക്കെ കേൾക്കുന്നത് മനസ്സിലാക്കാൻ പറയാണ്. കല്യാണം വളരെ ബുദ്ധിമുട്ടായ ഒരു കാലത്താണ് നമ്മളുള്ളത്. ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാനുമില്ല, പെണ്ണുങ്ങൾക്ക് ഒട്ട് കെട്ടിയാൻ വേണ്ടെന്നാണ് പറയുന്നത്. ഇത് രണ്ടുമുള്ള കാലത്താണ്. അപ്പൊ നല്ല ഇണകളെ ലഭിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാസീൻ ഓതാനാണ്. യാസീൻ, അള്ളാഹു നമുക്ക് നൽകിയ ഇണകളിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെ മതിയല്ലോ അല്ലേ, അധികമൊന്നും വേണ്ടല്ലോ. ഉസ്താദ് പറഞ്ഞല്ലേ, അതുകൊണ്ട് 3-4 യാസീനോടൊക്കെ ഓതിയേക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അള്ളാഹു നൽകിയ ഇണകളിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ യാസീനോദ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കാനാണ്. യാസീനോദിയാൽ ഇണകളെ ലഭിക്കും, അവന് നല്ല ഖൈറായ ഇണകളെ ലഭിക്കാൻ അത് കാരണമാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭയം ഉണ്ടായാൽ നിർഭയനാകാൻ അത് കാരണമാകും. ഒരുപാട് ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ്. ക്രൂരനായ ചക്രവർത്തിയുടെ മുന്നിലേക്ക് പോകുന്ന നേരത്ത് താബിഈങ്ങൾ ഉപദേശിക്കുന്നത് കാണാം. ക്രൂരനായ ഒരു ചക്രവർത്തിയുടെ മുന്നിലേക്ക് പോകുന്ന നേരത്ത്, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന അധികാരിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്തുകൊണ്ട് പോവുക. അല്ലാഹു തആല ഭയം മാറ്റിത്തരുമെന്നാണ്. അപ്പൊ ഭയന്നാൽ നിർഭയനാകാനത് കാരണമാകും. ജയിലിലടയ്ക്കപ്പെട്ടാൽ മോചിതനാകാനത് കാരണമാകും. യാത്രക്കാരനാണെങ്കിൽ സഹായം ലഭിക്കാനത് കാരണമാകും. ഏതെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു കിട്ടാനത് കാരണമാകും. രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. 10ാമത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മയ്യിത്തിന് സമീപത്ത് പാരായണം ചെയ്താൽ പരലോകത്തെ പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഓതുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വരണം. 10 നന്മകൾ അല്ലാഹു തആല നൽകുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ധാരാളം മുഫസ്സിറുകൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടത് എന്താണ് എന്ന് ഖൽബിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. അല്ലാഹു തആല എനിക്ക് എന്താണ്, എനിക്ക് വിശപ്പിൽ നിന്ന് മോചനാണോ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ അകറ്റാനാണോ, എൻ്റെ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടാനാണോ, വസ്ത്രം ലഭിക്കാനാണോ, ഇസ്സത്ത് ലഭിക്കാനാണോ, മരണസമയം ഈമാൻ ലഭിക്കാനാണോ, എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് യാസീനോദിയാലും മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതിരാവിലെ ഒരാൾ യാസീനോദി, അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ സുബഹി കഴിഞ്ഞാൽ യാസീനോദുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിരാവിലെ ഒരാൾ യാസീനോദിയാൽ അയാളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുമെന്ന് മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. രാവിലെ ഒരാൾ യാസീനോദി വൈകുന്നേരം വരെയുള്ള അയാളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നും, വൈകുന്നേരം ഒരാൾ യാസീനോദി എന്നാൽ
രാവിലെ വരെയുള്ള അയാളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നും മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നത് കാണാം. നമുക്ക് പരിശുദ്ധമായ യാസീനിലേക്ക് പ്രവേശിക്കാം. ഇതൊക്കെ യാസീനിന്റെ മഹത്വം പറഞ്ഞ ഹദീസുകളാണ്. ഒരുപാട് ഉദ്ധരിക്കാനുണ്ട്. ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദുററുൽ മൻസൂറിൽ മഹാന്മാരായ പല മുൻഗാമികളും യാസീനിന്റെ മഹത്വം പറഞ്ഞ ധാരാളം ഫളായിലുകൾ ഉദ്ധരിച്ച വിവിധങ്ങളായ സംഭവങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. സദഖല്ലാഹുൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം ആരംഭിക്കുന്നത് 2 അക്ഷരങ്ങൾ കൊണ്ടാണ്. യാസീൻ. സാധാരണയായി അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന 29 സൂറത്തുകൾ ഖുർആനിലുണ്ട്. അലിഫ് ലാം മീം. നമ്മൾ സൂറത്തുൽ ബഖറ ഓതുമ്പോൾ അതിന്റെ തുടക്കം അങ്ങനെയാണ്. പിന്നെ വിവിധങ്ങളായ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന പലതരത്തിലുള്ള സൂറത്തുകൾ. കാഫ് ഹാ യാ ഐൻ സാദ് സൂറത്തു മറിയം. നൂൻ സൂറത്തുൽ ഖലമിന്റെ ആരംഭം. ഖാഫ്. ഇങ്ങനെ ഒരക്ഷരം, 2 അക്ഷരം, 3 അക്ഷരം, ഇങ്ങനെ പല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ കാണാം. സ്വാദ് എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ട്. അപ്പൊ 29 അക്ഷരങ്ങൾ, 29 സൂറത്തുകൾ അല്ലാഹു തആല ആരംഭിക്കുന്നത് അക്ഷരങ്ങൾ കൊണ്ടാണ്. അതിന്റെ അർത്ഥം നമ്മൾ നോക്കിയാൽ മഹാന്മാരായ മുഫസ്സിറുകൾ പറയും, അള്ളാഹുവിന് മാത്രമേ അതിന്റെ അർത്ഥം അറിയൂ. അല്ലാഹു അഅലം ബി മുറാദിഹി. അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന് മാത്രമേ അറിയൂ. അല്ലാതെ അലിഫ് ലാം മീമിന്റെ അർത്ഥം ഇതാണ് എന്ന് ലോകത്തൊരു മുഫസ്സിറും രേഖപ്പെടുത്തൂല. ചില സാധ്യതകൾ ഇങ്ങനെ ആകാമെന്ന് പറയും എന്നല്ലാതെ കൃത്യമായി അതിന്റെ അർത്ഥം എന്താണ് എന്ന് രേഖപ്പെടുത്താറില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിനും മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവിടുന്ന് നമുക്ക് വിശദീകരിച്ചിട്ടും ഇല്ല. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഖുർആൻ അർത്ഥമറിയാതെ പാരായണം ചെയ്താലും അതിന് കൂലി കിട്ടും എന്നതിന് തെളിവാണ്. ഖുർആൻ മൊത്തം ഞാൻ അർത്ഥം അറിഞ്ഞിട്ടേ പാരായണം ചെയ്യൂ എന്ന് വാശിയൊന്നും പിടിക്കരുത്. അങ്ങനെയാണെങ്കിൽ അലിഫ് ലാം മീമിന്റെ അർത്ഥം എന്താ? അങ്ങനെയാണെങ്കിൽ സ്വാദ് എന്നതിന്റെ അർത്ഥം എന്താ? നൂൻ എന്നതിന്റെ അർത്ഥം എന്താ? ഖാഫ് എന്നതിന്റെ അർത്ഥം എന്താ? അലിഫ് ലാം മീം എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഓരോന്ന് അലിഫ് ലാം മീം റാ എന്നതിന്റെ അർത്ഥം എന്താ പറയാൻ പറ്റില്ല. അപ്പോ അർത്ഥം അറിയാതെ ഒരാൾ പാരായണം ചെയ്താലും കൂലി കിട്ടും. മുഴുവൻ അർത്ഥം അറിഞ്ഞിട്ടേ ഞാൻ പാരായണം ചെയ്യൂ എന്നുള്ള വാശിയൊന്നും വേണ്ട. അപ്പൊ പരിശുദ്ധമായ ഖുർആനിലെ ഇത്തരം സൂറത്തുകൾ, ഇത്തരം അധ്യായങ്ങളുടെ ആരംഭം അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാണ് മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നത്. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു നൂറുദ്ദീൻ എന്ന മഹാപണ്ഡിതർ, റഅയ്തു ഫിൽ മനാമി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സ്വപ്നത്തിൽ കാണുന്ന നേരത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ ഖുർആനിലെ ഇത്തരം ആയത്തുകൾ ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ് നബിയേ? അള്ളാഹുവിന്റെ റസൂൽ അതിന് മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ടവര് ഒരവസരം കിട്ടിയപ്പോൾ ചോദിച്ചതാണ്, എന്താണ് അതിന്റെ അർത്ഥം? അവിടുന്ന് മറുപടി പറഞ്ഞത്, ഹിയ അസ്റാറുൽ മഹബ്ബത്തി ബൈനീ വ ബൈനല്ലാഹ്, അത് എന്റെയും എന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെയും ഇടയിലുള്ള സ്നേഹത്തിന്റെ രഹസ്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു എന്ന് കാണാം. അപ്പൊ യാസീൻ എന്നത് ആരംഭിക്കുന്നത് ഇതുപോലെ അക്ഷരങ്ങൾ കൊണ്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അത്തരം അക്ഷരങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, നസല ജിബ്രീലു അലൈഹിസ്സലാം, എന്നിട്ട് അവിടുന്ന് ഓതിക്കൊടുത്തു, കാഫ് ഹാ യാ ഐൻ സ്വാദ്. സൂറത്തു മറിയം അവതരിക്കുന്ന സമയം കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇതിങ്ങനെ ഓരോന്ന് ഓതിക്കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അലിംതു അലിംതു അലിംതു. അള്ളാഹുവിന്റെ റസൂൽ ഓരോ അക്ഷരങ്ങൾക്കും അങ്ങനെ പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്തറിഞ്ഞു എന്നാണ് അങ്ങ് പറയുന്നത്? എനിക്ക് പോലും ഇത് മനസ്സിലായിട്ടില്ലല്ലോ, അങ്ങേക്കത് മനസ്സിലായോ നബിയേ?
അവിടുന്ന് പറഞ്ഞു, അതേ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അദീമാ. അതിന്റെ അർത്ഥം ലോകത്തെ എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ മലക്കുകളെക്കാളും അറിവുള്ളയാൾ. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സ്വല്ലി വസല്ലം. ഹബീബായ നബി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയാത്ത അറിവ്. ഓരോ അക്ഷരങ്ങളും പറഞ്ഞപ്പോൾ എനിക്കറിയാമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നബിയെ എന്ന് ജിബ്രീൽ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് സകല അമ്പിയാക്കൾക്കും കിട്ടിയ അറിവിനേക്കാൾ മേലെയുള്ള അറിവ് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയിട്ടുണ്ട്. ഈ സൂറത്തുകൾ യാ ഇൻസാൻ എന്ന വിളിയാണ് യാസീൻ എന്ന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ മനുഷ്യ എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് യാസീൻ എന്നത് കൊണ്ടുവന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. യാ സയ്യിദൽ ബശർ, മഹാന്മാരായ മുഫസ്സിറുകളിൽ ചിലർ രേഖപ്പെടുത്തിയത്, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ രേഖപ്പെടുത്തിയത് ഹബീബായ നബിതങ്ങളാകുന്ന മനുഷ്യരുടെ നേതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ പ്രയോഗം വന്നത് എന്നാണ്. ഹബീബായ നബി തങ്ങളുടെ പേരാണത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനി ഫിൽ ഖുർആനി സബഅത അസ്മാ. ഖുർആനിൽ അല്ലാഹു തആല എനിക്ക് 7 നാമങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ എനിക്ക് 7 നാമങ്ങളുണ്ട്. ഒന്ന് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്നൊരു അധ്യായമുണ്ട്. ഖുർആൻ 4 തവണ മുഹമ്മദ് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് അഹ്മദ് എന്നാണ്. സയ്യിദുനാ ഈസാ പ്രവാചകർ പറയുന്നുണ്ട്, എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ട്, ഇസ്മുഹു അഹ്മദ്. സൂറത്തു സഫിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അഹ്മദ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയോഗിച്ചിട്ടുണ്ട്. വതാഹ, ത്വാഹ എന്ന പേരും അല്ലാഹുവിന്റെ ഖുർആനിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. വയാസീൻ, യാസീൻ എന്ന നാമവും ഖുർആനിൽ എനിക്കുണ്ട്. വൽ മുസമ്മിൽ, മുസമ്മിൽ എന്ന പേരുമുണ്ട്. വൽ മുദ്ദസ്സിർ, മുദ്ദസ്സിർ എന്ന പേരുമുണ്ട്. വഅബ്ദുല്ലാഹ്, ഈ 7 പേരുകൾ അല്ലാഹു തആല ഖുർആനിൽ എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യാസീൻ, യാസീനായ നബിയേ, സയ്യിദുനാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് മുഹമ്മദ്, അഹ്മദ്, ത്വാഹ, യാസീൻ, മുസമ്മിൽ, മുദ്ദസ്സിർ, അബ്ദുല്ലാഹ്. ഈ 7 പേരുകൾ അല്ലാഹു ഖുർആനിൽ എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരാണ് എന്ന് അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾ ഈ ഒരു ആയത്തിൽ ഇങ്ങനെ ഒരു ആയത്തിൽ ഇങ്ങനെ നമ്മൾ പോയാൽ ഇങ്ങനെ കയറി പല ഇടങ്ങളിലേക്ക് പോകും. അപ്പൊ യാസീൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് അഭിസംബോധന എന്ന് തുടർന്ന് വരുന്ന വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഇനി ഒരു വലിയ അത്ഭുതത്തിലേക്കാണ് ഖുർആൻ വിളിക്കുന്നത്. വൽ ഖുർആനിൽ ഹക്കീം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അത് കാരണമായി സൂറത്ത് യാസീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മോട് ആരെല്ലാം കടമപ്പെട്ട സ്നേഹിച്ച സഹായിച്ച സഹകരിച്ചവരുണ്ടോ അല്ലാഹു എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളീ ചെലവഴിച്ച സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു നൽകി സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിക്കാട്ടിൽ ഈ ഇരിക്കുന്നവരുടെ ഉമ്മമാരിൽ നിന്നൊക്കെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. യാസീനിൻ്റെ ബറക്കത്ത് കൊണ്ട് 2 ലോകവും അല്ലാഹു നമുക്ക് വിജയിപ്പിച്ചു നൽകുമാറാകട്ടെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകും
നൽകുമാറാകട്ടെ. ആരെല്ലാം ദുആ വസിയത്ത് ചെയ്തോ അവരെല്ലാം അള്ളാഹു ഈ ദുആയിൽ ചേർത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു രോഗങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു പലതരത്തിൽ രോഗങ്ങളുള്ളവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. യാസീൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. നാളത്തെ